ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്ന് കോടതി ചോദിച്ചു. വിഷയത്തിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് സർക്കാരായിരുന്നു. എന്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും കോടതി ചോദിച്ചു. രാജ്യത്തെ നിയമങ്ങൾ സർക്കാരിന് ബാധകമാണ്. പ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ കോടതി വിമർശനം ഉന്നയിച്ചത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക, അന്വേഷണം CBIക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് കോടതി വിലയിരുത്തി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഓഡിയോ ക്ലിപ്പ് അടക്കം ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ടേ മുദ്രവെച്ച കവർ തുറക്കുവെന്ന് ഹൈക്കോടതി അറിയിച്ചു. അതേസമയം സ്ത്രീകൾ ന്യൂനപക്ഷമല്ലെന്നും ഭൂരിപക്ഷമാണെന്നും അവർക്കൊരു പ്രശ്നം വന്നാൽ ഉടനടി നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നമായി മാത്രം ഇതിനെ കാണാനാകില്ലെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമായി സർക്കാർ റിപ്പോർട്ടിനെ കാണണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്നും അതിനാണ് രാജ്യത്ത് നിയമങ്ങൾ ഉള്ളതെന്നും അതിനനുസരിച്ചാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. അന്വേഷണ സംഘം നടപടിയെടുക്കണമെന്നും ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചു. SITയും സർക്കാരും സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് കോടതി പറഞ്ഞു. തുടർ നടപടിയെടുത്തോ എന്ന് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കുമെന്നും SIT തിരക്കിട്ട് നടപടികളിലേക്ക് കടക്കരുതെന്നും കോടതി പറഞ്ഞു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം, മാധ്യമ വിചാരണ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് പാടില്ലെന്നും രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത്. മാധ്യമ വിചാരണ പാടില്ല. മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അതിനായി പ്രത്യേക ഉത്തരവിറക്കേണ്ടതില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. 4.5 വർഷത്തോളം സർക്കാരിന്റെ കൈവശമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. റിപ്പോർട്ടിലെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ അനുബന്ധ രേഖകളടക്കം ഉൾപ്പെടുന്ന പൂർണ്ണമായ റിപ്പോർട്ടിന്റെ പകർപ്പാണ് സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ചത്. 129 ഖണ്ഡികകൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. സ്വകാര്യതയെ ബാധിക്കുന്ന റിപ്പോർട്ടിലെ 21 പാരഗ്രാഫുകൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. എന്നാൽ റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണം ഉയർന്നിരുന്നു. റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ മൊഴികളിന്മേൽ സർക്കാർ യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.